ഫ്രണ്ട്സ്, തമിഴ്നാട്ടിലെ തിരുപ്പൂരിലുള്ള പല്ലടം എന്ന കൊച്ചു ഗ്രാമത്തിലെ ലവ് ഗ്രീൻ റിസോർട്ടിലുള്ള അനുഭവങ്ങളും കാഴ്ചകളുമായാണ് ഇത്തവണ ഞാൻ എത്തുന്നത്. രാത്രി ലേറ്റായാണ് ഇവിടെ എത്തിയത്. അപ്പോഴൊന്നും ഇത്രയും മനോഹരമായ കാഴ്ചകളൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ആ റിസോർട്ട് പോലും അതിൻ്റെ ഭംഗിയൊന്നും കാണാൻ പറ്റിയില്ല രാത്രി. പക്ഷേ അതിരാവിലെ ഉണർന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ മനോഹരമായ ഈ റിസോർട്ടും ഇതിൻ്റെ ചുറ്റുഭാഗവും കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി. ഒരു വലിയ വയലിന് നടുവിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 9 മണിയാകുമ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് പോകും. റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരണം. അങ്ങനെ നേരത്തെ അതുകൊണ്ടാണ് ഉണർന്നത്. അങ്ങനെ നമ്മൾ റെഡിയായി. അതിനുശേഷം ഞാൻ വിചാരിച്ചു ഈ റിസോർട്ടിൻ്റെ ഇത്രയും മനോഹരമായ റിസോർട്ടിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന്. അങ്ങനെ പുറത്തിറങ്ങി. നല്ല തണുപ്പും കൂടെ ഭയങ്കര കാറ്റും. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു, പിന്നെ ഈ പാലക്കാട് നല്ല മഴയാണെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റാണത്രേ ഇവിടെയൊക്കെ തട്ടുക. നല്ല കാറ്റും പിന്നെ നല്ല തണുപ്പും, ആകെ ഒരു നല്ലൊരു വൈബും. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തേക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമുക്ക് ഈ റിസോർട്ടിൻ്റെ ഉൾഭാഗം കാണാം. പഴയ രീതിയിലുള്ള ഒരു റിസോർട്ടാണ് ഇത്. അപ്പം നമ്മൾ കയറുമ്പോൾ തന്നെ 2 ഭാഗത്തും ദോഷം തട്ടാതിരിക്കാൻ 2 ചെറിയ ഡബ്ബയിൽ, അങ്ങനെ വിചാരിക്കുന്നു, 2 ഡബ്ബയിൽ കുങ്കുമപ്പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരെ കയറി പോകുമ്പോൾ തന്നെ കാണുന്ന അതാണ്. നല്ല ഭംഗിയിൽ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിലൊക്കെ വെള്ളം കിട്ടാത്ത സ്ഥലമാണല്ലോ, അതുകൊണ്ടായിരിക്കും ഈ നടുക്കുള്ള നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഈ 4 കെട്ടിൻ്റെയൊക്കെ മിഡിലൊരു ചെറിയ മുറ്റം ഉണ്ടാവുമല്ലോ. വെള്ളം മഴക്കാലമൊക്കെ ഇതിൽ നിറഞ്ഞു നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അതിമനോഹരമായ ആംബിയൻസാണ് ഇവിടെ ഉള്ളത്. ഓരോ ഭാഗവും നമ്മൾ നടന്ന് കണ്ടു. റിസോർട്ടിൽ ഇറങ്ങിപ്പോകാൻ ഈ വെള്ളത്തിലോട്ട്, ഈ സ്വിമ്മിംഗ് പൂളാണിത്, ഇറങ്ങിപ്പോകാൻ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റിലും ഞാനൊന്ന് വെറുതെ നടന്നു. അങ്ങനെ ഇതിൻ്റെ ഒരു ഭംഗി കാണാൻ പല ചെടിയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മണി പ്ലാന്റ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ചായി ഇവിടെ ആരും വരാറില്ല. കാരണം അങ്ങനെ തോന്നുന്നു. കാരണം അങ്ങനെ ആൾതാമസം അധികമില്ല. തൊട്ടപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്. അതിലാണ് എൻ്റെ മക്കളൊക്കെ താമസിച്ചത്. ഞാനും എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ് ഇവിടെ താമസിച്ചത്. നല്ല സൗകര്യമുണ്ട്. രാത്രിയൊക്കെ എന്തൊരു സുഖമാണെന്ന് അവിടെ കിടന്നുറങ്ങാൻ. അത് കൊണ്ട് രാവിലെ ഞാൻ എഴുന്നേറ്റു. ഇനി എൻ്റെ പരിസരമൊക്കെ കാണാമല്ലോ. അങ്ങനെ മുറ്റത്തിറങ്ങിയപ്പോഴാണ് ഞാൻ നിറയെ ചുറ്റിലും പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. പോരെങ്കിൽ പലതരം പക്ഷികളുടെ ശബ്ദവും. രാവിലെ ഒരു നിറയെ പുറത്തു നിന്നുള്ള പക്ഷികളാണ്. ഈ കളകൂജനം ഭയങ്കര രസം തന്നെയാണ്. നമുക്ക് വീണ്ടും ഇതിൻ്റെ മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇറങ്ങി, ഈ റിസോർട്ടിൻ്റെ പുറത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ വയലുകളിൽ മയിലുകൾ ഇങ്ങനെ കൊത്തിപ്പെറുക്കി തിന്നുന്നത് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പുറത്തു പോയി അങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, എന്ത് മനോഹരമായിട്ടാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ പുറത്ത് സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. പുറത്ത് കാർമേഘമൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഈ കാറ്റിന് ഈ ചെടികളൊക്കെ ഇങ്ങനെ
ആടുന്നത് കാണാം. ഇതാണ് അടുത്ത ബിൽഡിങ്. അവിടെ AC ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മുറ്റത്താണെങ്കിൽ നിറയെ പച്ചപ്പുല്ല് കൊണ്ടുള്ള നല്ല ലോൺ ഉണ്ട്. പിന്നെ വലിയ പാറയൊക്കെ ഉണ്ട്. ഒരു പ്രത്യേക രസം തന്നെയാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഫുഡൊക്കെ കിട്ടും. ഓർഡർ ചെയ്താൽ ഫുഡൊക്കെ കിട്ടും. അപ്പോൾ ഞാനൊരു 2 ചായക്ക് ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ വീണ്ടും പുറത്തേക്ക് പോയി. ഇതൊരു കൃഷിസ്ഥലമാണ്. ഈ റിസോർട്ടിൻ്റെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ വയലുകൾ കാണാം. ഇതിൻ്റെ നടുവിലാണ് ഈ റിസോർട്ടുള്ളത്. ഈ റിസോർട്ടാണെങ്കിൽ അതിമനോഹരമായി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട്. പിന്നെ നമുക്ക് വിസിറ്റേഴ്സിനൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ ഇരുന്ന് സംസാരിക്കാം. ശരിക്കും എന്തെങ്കിലും നിങ്ങളൊക്കെ ഈ തമിഴ്നാട് വരുമ്പം ഈ തിരുപ്പൂറാണ് മെയിൻ സ്ഥലം. തിരുപ്പൂരിൽ വരുമ്പോൾ ഈ ലവ് ഗ്രീൻ റിസോർട്ട് സന്ദർശിക്കാൻ മടിക്കരുത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പുറത്ത് ശബ്ദ കോലാഹലമൊക്കെ തുടങ്ങി. നമ്മൾ വിചാരിച്ചു എന്നാൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു വയൽക്കരയിലേക്ക് പോയി. ശരിക്കും നമ്മൾ ഇവിടുത്തെ ആംബിയൻസ് കണ്ടാൽ നമ്മളിങ്ങനെ വിചാരിക്കും ഇത് കേരളമാണോ എന്ന്. കാരണം പൊതുവേ നമ്മൾ കേരളീയർക്ക് ഒരു ധാരണയുണ്ടല്ലോ, വളരെ ഡ്രൈ ആയ പ്ലേസാണ് തമിഴ്നാട്. പക്ഷേ ഇവിടെ നോക്കൂ, നമ്മുടെ കേരളത്തേക്കാൾ മനോഹരമായ ഒരു സ്ഥലം തന്നെ. ഇതിൻ്റെ നടുവിൽ, ഈ വലിയ വയലിന് നടുവിൽ പണിത ഈ ലവ് ഗ്രീൻ റിസോർട്ട് അത്രയ്ക്ക് നമ്മളെ ആകർഷിക്കുന്ന ഒരു റിസോർട്ടാണ്. കണ്ടില്ലേ? ഇനി നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. നമ്മൾ പോകുമ്പോൾ തന്നെ വഴിയിലൊക്കെ പെൺമയിലുകൾ ഇങ്ങനെ പോകുന്നത് കാണാം. അവരൊക്കെ കൂട്ടത്തോടെ പോകുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ ലേറ്റായി കാരണം 2-3 എണ്ണത്തിനെ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ വഴിയരികിൽ നോക്കുമ്പോൾ ഒരു വലിയ ആൺമയിൽ ഇങ്ങനെ വലിയ പീലിയൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ അപ്പുറത്തെ അതായത് വയലിലേക്ക് കടന്നു. പിന്നെ നമ്മളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ നേരം ഷോ ഒക്കെ കാണിച്ച് അങ്ങനെ നിന്നു. പിന്നെ ഇത് എന്ത് കൃഷിയാണ് ഒന്നും അറിയില്ല. ഇപ്പോൾ എന്തായാലും ഇതൊക്കെ ഉഴുത് മറിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ വലിയ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലവ് ഗ്രീൻ റിസോർട്ട്സ്. പിന്നെ ഇത് വയലിലുള്ള കാഴ്ചകളാണ് കേട്ടോ. ഈ ചെടികളൊക്കെ കാറ്റിൽ അങ്ങനെ ആടുകയാണ്. സൈഡിലുള്ള പലതരം ചെടികളും ഒക്കെയുണ്ട്. നല്ല ഭംഗിയാണ് പുറത്ത്. പിന്നെ ഇവിടെയുള്ള മരങ്ങളൊക്കെ ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ പാറിക്കളിക്കുന്നു, ഇങ്ങനെ ആടി ഉലയുന്നത് കാണാം. എന്തോ ഒരു പാട്ടിനനുസരിച്ച് അവർ നൃത്തം ചെയ്യുകയാണോ എന്ന് തോന്നിപ്പോകും. എന്തായാലും 9 മണിക്കാണ് ഞങ്ങൾക്ക് ട്രെയിനുള്ളത്, കണ്ണൂരിൽ പോകേണ്ട ട്രെയിന്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കൾ 2 പേരും വണ്ടിയെടുത്ത് ഞങ്ങളെ കൂട്ടാൻ വന്നു. ഞങ്ങളെ മക്കൾക്ക് 2 പേർക്കും എറണാകുളത്താണ് പോകേണ്ടത്. അതുകൊണ്ട് അവർ ട്രെയിൻ കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. നമ്മളെ വേഗം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് കടന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളെ കാറിൻ്റെ മുന്നിൽ നിന്നും ഈ പാറയുടെ മുകളിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു. അത്രയ്ക്ക് മനോഹരമായ ഈ സ്ഥലത്ത് നിന്ന് കുറച്ച് സമയം കൂടി ചിലവഴിക്കണം എന്ന് തോന്നി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ റിസോർട്ടിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരാം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. തമിഴ്നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പുതുതായി നിങ്ങളെ അറിയിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നായി ഞാൻ ഇതൊക്കെ കാണിക്കാം.
തമിഴ്നാട്ടിലെ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരാം. അതുവരെ ഗുഡ്.